ാണ് എല്ലാവർക്കും പരിശുദ്ധ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സ്നേഹാഭിവാദനങ്ങൾ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. സ്വന്തം ആവശ്യങ്ങൾ പറയണ സമയമാണിത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേര്, അതായത് 20,000 പേരാണ് ഒരേ സമയത്ത് ഈ ശുശ്രൂഷ ലൈവായിട്ട് കൂടുന്നത്. 20,000 പേര് കൂടിയാൽ പോരാ, മൊത്തം കൂടെ 1,00,000 പേരാണിത് കൂടണത്. അപ്പോൾ ഈ 1,00,000 പേര് 5:30 തന്നെ എഴുന്നേക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴേ എന്നുവെച്ചാൽ ആ ഒരു ഫ്രഷ് ഹാൻഡോടുകൂടി നമ്മൾ ഒരു പ്രാർത്ഥനയെ കൂടി നമുക്കൊരു ആ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേക നിയോഗങ്ങളെ ഓർത്ത് എംപവർ ചെയ്യാൻ കഴിഞ്ഞു, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. പിന്നെ അത് ഷെയർ ചെയ്തൊരു സുവിശേഷ വേലയും കൂടി ചെയ്യണം നമ്മൾ. അപ്പോൾ വളരെ നല്ലൊരു ശുശ്രൂഷയാണ്. എല്ലാവരും അത് ശ്രദ്ധിച്ച് വേണ്ടപോലെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ശിരസ് നമിച്ച് ആശീർവാദവും അനുഗ്രഹവും പ്രാപിക്കാം. ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവേ, എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധി, കഴിവ്, വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെയുള്ള ഞങ്ങളുടെ യോഗ്യതകളുടെ അപ്പുറത്ത് നടക്കാത്ത കാര്യങ്ങൾ നടക്കരുതെന്ന്, അതില്ലെങ്കിൽ ഞങ്ങൾ തുരഞ്ഞു പോകണമെന്നല്ല നീ ആഗ്രഹിക്കുന്നത്. നിരനന്തമായ സ്നേഹത്താൽ നീ കണ്ടുപിടിച്ച ഒരു ഫോർമുല, സൂത്രവാക്യമാണ് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് നിൻ്റെ ബുദ്ധിയിൽ നിന്ന്, കർത്താവിൻ്റെ ഡിവൈൻ ഇൻ്റലിജൻസിൽ നിന്ന് വന്നതാണ്. എന്താണ്? യോഗ്യതയില്ലെങ്കിലും
കർത്താവിൻ്റെ ഒരു പ്രൊവിഷൻ ഇട്ടിരിക്കുക. സാധ്യത എന്താണ്? കർത്താവിൻ്റെ കൃപ. കർത്താവ്, ആ കൃപയാൽ ഞങ്ങളെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആ കൃപ നീ വഴിയാൽ ഉണ്ടായത് ഞങ്ങൾക്കറിയാം. കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. മോശ വഴി നിയമങ്ങൾ നൽകപ്പെട്ടു, വചനങ്ങൾ നൽകപ്പെട്ടപ്പോഴേ കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. വെളിപാടിൻ്റെ വചനങ്ങളും അതുപോലെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയപ്രസാദമായ കൃപയും ഉണ്ടായത്, പിതാവ് പ്രസാദിച്ചത് യേശുക്രിസ്തുവിൻ്റെ ബലിയിലാണ്. അതുകൊണ്ടാണ് ഇവരെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവന് ഞാൻ എത്രയും പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് കൃപയെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രസാദം. ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. കർത്താവിൻ്റെ ബലിയിലാണ് പ്രസാദം വരുന്നതും കൃപ വരുന്നത്. അതാണ് കൃപയെന്ന് പറയുന്നത്. അപ്പോൾ ആര് കർത്താവിൻ്റെ ബലിയോട് അനുബന്ധിച്ചുകൊണ്ട് അതിൽ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിക്കുന്നുവോ, നമ്മുടെ പാപത്തിന് ക്ഷമ അന്വേഷിക്കുന്നുവോ, ആര് കർത്താവിൻ്റെ ബലിയോട് ഐക്യദാർഢ്യം പ്രവർത്തിക്കൊണ്ട് തേകോചരമായ സുവിശേഷ സാക്ഷ്യമായിട്ട് ജീവിക്കുന്നുവോ, അവിടെ മേലെല്ലാം ഈ കൃപയുണ്ടാകും. എന്തൊരു വലിയ സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകണത്. കർത്താവ് നിൻ്റെ കൃപയാൽ അങ്ങയുടെ മക്കളെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞു പിള്ളേരെ കാണിച്ചു തരുന്നുണ്ട്. ചിലപ്പോൾ അവർ ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത വിധത്തിലുള്ള രോഗങ്ങളുള്ളവരാകാം. കുഞ്ഞു പിള്ളേരെ കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് 4ാം ക്ലാസ് 3ാം ക്ലാസ്സിലെ കുട്ടികളെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടെ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുഞ്ഞു പിള്ളേരുടെ അമ്മമാർ രോഗികളായിട്ട് ആശുപത്രിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോ ആ അമ്മ എഴുന്നേറ്റ് വന്നിട്ട് വേണമെങ്കിൽ കുഞ്ഞിന് ചോറ് കിട്ടാനും ഭക്ഷണം കൊടുക്കാനും സ്നേഹം കിട്ടാനും അവനെ സന്ധിച്ചും ലാളിച്ചും വളർത്തി കൊണ്ടുവരാൻ അമ്മമാരെ എല്ലാവരും നീ ആസ്വദിക്കണം. കർത്താവ്, 10ാം ക്ലാസ്സിൽ താഴെയുള്ള അമ്മമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഭാവിയുടെ തലമുറ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനവും കുടുംബത്തിൻ്റെ തൂണുമായി വളരേണ്ട കുഞ്ഞുങ്ങൾ, അവർ വാടിപ്പോകാതിരിക്കാൻ അമ്മയുടെയും അപ്പൻ്റെയും കരങ്ങൾ അവർക്ക് വേണം. അത് കർത്താവ്, വിവാഹബന്ധം വേർപെടാൻ പോകുന്ന സ്വന്തം വൈകാരിക ഭ്രാന്തിൻ്റെ പേരിലും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ മാനസിക പക്വതയില്ലാത്തതിൻ്റെ പേരിലും ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളെ വഴിയാതരാക്കാൻ അകന്നു പോകുന്ന ക്രൂരകൃത്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ ഇതുപോലെ അവരുടെ ബാല്യത്തെ കൊല ചെയ്യുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകണം. അവർക്ക് അവരുടെ മാനസാന്തരം ഉണ്ടായ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അല്പം ചില അമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പന്മാരൊക്കെ ആ മക്കളെ ഓർത്താണെന്ന്. സത്യമാണ്. മക്കളെ ഓർത്ത് ത്യാഗം അനുഭവിച്ച് കുടുംബത്തിൻ്റെ ത്യാഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിശബ്ദമായി സാക്ഷ്യമായി പോകുന്ന എല്ലാവരെയും ഞാൻ ആസ്വദിക്കുന്നു. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സമ്പത്താകുന്ന കൃപയാൽ നിങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാവും നിറയട്ടെ. കർത്താവ്, നിങ്ങളെല്ലാത്തിനെയും അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ കർത്താവിനോട് പറയുമ്പോൾ കർത്താവിൻ്റെ സഹനത ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവ് നിന്നെ ബലപ്പെടുത്തട്ടെ. എൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ കൃപാസനം നടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയിലൂടെ നിൻ്റെ ജീവിതം ബലപ്പെടട്ടെ. നീ ആശ്രയം വെച്ചിരിക്കുന്നത് ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിത പ്രവർത്തനങ്ങളുടെയും സുവിശേഷ സാക്ഷ്യങ്ങളുടെയും ഉപപ്രവർത്തനങ്ങളുടെയും നീ ദൈവപൈതലെ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം കൊണ്ടാവട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ തിരുരത്വത്തെ അഭിഷിക്തയാകട്ടെ. കർത്താവ്, ഏത് മേഖലയാണോ നീ തകർന്നു കിടക്കുന്നത്, ഏത് മേഖലയാണോ നിനക്ക് സഹായം വേണ്ടത്, ഏത് മേഖലയാണോ നിന്നെ ചേർത്ത് നിർത്തേണ്ടത്, ഏത് മേഖലയാണോ നിന്നെ താങ്ങിയെടുക്കേണ്ടത്, ആ മേഖലയിൽ പരിശുദ്ധ അമ്മ ദൈവമാതാവ് യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം, ചലനമറ്റ തിരുശരീരം പോലും കുരിശിൽ നിന്നെടുത്ത് താങ്ങിയെടുത്ത് മടികിടത്തിയവളുടെ കൈകളിലേക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ ശക്തിപ്പെടുക, നിങ്ങൾ അതിജീവിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങൾ ആവശ്യിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കുവാമേൻ. അതായത് ഇന്നത്തെ സന്ദേശം പറയുന്നുമ്പേ എൻ്റെ ആമുഖം പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ സഹപ്രവർത്തകനില്ലേ വിജയകുമാർ, അദ്ദേഹം ഇവിടെ വന്നത് 2003 വന്നതാണ്. ഇപ്പം 2023 കഴിഞ്ഞ് 25 ഇപ്പം 22 കൊല്ലം അദ്ദേഹം വന്നിട്ട്.
അപ്പം അദ്ദേഹം ഒരു നല്ല ബിസിനസ്മാനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒത്തിരി പ്രതിയോഗികളുണ്ടായിരുന്നു. CBIയുടെ അന്വേഷണങ്ങൾ വരെ വന്നതാണ്. അപ്പോൾ ഒരിക്കലേ ഞങ്ങൾ കാനഡയിലോ മറ്റേ ചെന്നപ്പോൾ, അവിടെ സുവിശേഷ വേലയ്ക്ക് ചെന്നപ്പോൾ, അവിടുന്ന് 1-2 പേര് പുള്ളിയോട് ചോദിച്ചേ, അവർ ബിസിനസ്മാനുണ്ടായിരുന്നു അവിടെ, ചോദിച്ചേ, സാറേ ഇത് എങ്ങനെയാണ് സാറേ ഇത് ഈ ബിസിനസ്സും സുവിശേഷ വേലയുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു ചോദിച്ചു. പുള്ളി ഉദ്ദേശിച്ചത് ബിസിനസ്സിൽ പലതരത്തിലുള്ള സൂത്രപ്പണിയും കളത്തരങ്ങളൊക്കെ ചില ആൾക്കാർ കാണിക്കുമല്ലോ. അപ്പം അത് അനുസരിച്ച് പുള്ളി, അപ്പം അങ്ങനെയൊക്കെ കുറച്ച് വചനം അറിയാവുന്ന ആളാണ് ആ ബിസിനസ്മാൻ. അയാൾ പറഞ്ഞ്, ഈ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കണ പോലെയാണല്ലോ ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ സാറിനത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിരിക്കണം എന്നുള്ളത് വളരെ സ്നേഹത്തോടെ വളരെ അമീക്കബിളായിട്ട് ചോദിച്ചു. പക്ഷേ ഞാനവിടെ സാറ് എന്താ മറുപടി എന്ന് പറയുന്നു. അപ്പോൾ സാറ് ഉടനെ പറഞ്ഞ പോലെ എന്താണെന്നറിയാമോ, സാറ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സാറ് പറഞ്ഞ് അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ നമ്മൾ സൂക്ഷിച്ച ബിസിനസ് ചെയ്യണത്, പക്ഷേ ഇൻ കേസ് അവിടെ എന്തെങ്കിലും ദൈവതിരുസന്നിധിയിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അത് കർത്താവ് തന്നെ നോക്കിക്കൊള്ളുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ സാറ് പറയാൻ പോണത്? സാറ് അവരോട് പറഞ്ഞ മറുപടി ശരിക്കും എന്നെ ഞെട്ടിച്ചു. എന്താ വെച്ചാൽ സാറ് പറഞ്ഞതാണ്, ഇപ്പോൾ ഇൻ കേസ് ദൈവതിരുസന്നിധി നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് ദൈവത്തിന് തോന്നിയാൽ അതിനും പോംവഴിയുണ്ടെന്ന് സാർ പറഞ്ഞു. എന്താ കാര്യം, എന്താ പോംവഴിയുള്ളത്? മത്തായി 19:24 തൊട്ട് ഉള്ള വചനങ്ങൾ പറഞ്ഞു സാറ്. ഈ മത്തായി 19, 24, 25, 26. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഞാൻ ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഉടമ്പടിയാണ് വന്നത്. എന്താ കാര്യം അറിയാം? ഉടമ്പടിയുടെ ബേസ്മെന്റ് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇൻ കേസ് നമ്മുടെ മെറിറ്റ് ലോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്താണ്? അടുത്ത ഓപ്ഷൻ ഗ്രേസാണ്. അതാണ് നമ്മുടെ എഫേസ്യർ 2:8 ആപ്തവാക്യമാകുന്നതിൻ്റെ കാരണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് യോഗ്യതയില്ലെങ്കിലും ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ബട്ട് ബൈ ഗ്രേസ്, അതായത് കൃപ കൊണ്ട് ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് ഈശോ പറഞ്ഞത്. കൃപ എവിടെ നിന്ന് കിട്ടും? ദൈവത്തിൽ നിന്നല്ല കിട്ടേണ്ടത്. അപ്പം ദൈവം എടുക്കേണ്ട, പക്ഷെ നമുക്ക് കൃപയോട് സഹകരിക്കാൻ പറ്റും. നമ്മുടെ ഈ കൂദാശ ജീവിതവും ആധ്യാത്മിക ജീവിതവും സുവിശേഷ മുന്നേറ്റവും അതുപോലെയുള്ള എല്ലാ കാര്യവും ദൈവത്തിൻ്റെ കൃപയോട് സഹകരിക്കലാണ്. അപ്പം കൃപയോട് നമുക്ക് സഹകരിക്കാൻ പറ്റും. അപ്പം ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന്. അത് അങ്ങനെ സഹകരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയാമോ? ഇപ്പം അതറിയണമെങ്കിലേ, അതായത് ഇപ്പം നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിലും ദൈവത്തിന് കൃപയുള്ളിടത്തോളം കാലം ദൈവത്തിന് നമ്മളെ സഹായിക്കാനുള്ള ഒരു കാലാവസ്ഥ സാഹചര്യം ഉണ്ടായാൽ മതി. ഈ സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സീരിയസ് ആണ് ആധ്യാത്മിക ജീവിതം. അപ്പം അതുകൊണ്ട് നിങ്ങൾ പാപികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കച്ചവടക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ജീവിത വ്യാപനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക അവസ്ഥയിൽ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഇനിയിപ്പോൾ ഞാൻ രക്ഷപ്പെടത്തില്ല, പ്രാർത്ഥിച്ചതും കാര്യമില്ല എന്നൊന്നും പറഞ്ഞ് ആരും നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. ദൈവത്തിന് നിന്നെ സഹായിക്കാൻ കഴിയും ഏത് സാഹചര്യത്തിലും എന്ന് വിചാരിച്ചുകൊണ്ട് നീ പാപത്തിന് മേൽ പാപം ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. അതായത് നീ നിരാശപ്പെടരുത്, പ്രത്യാശയോടെ മുന്നോട്ട് പോകണമെന്നാണ് ഇന്നത്തെ സന്ദേശം. പ്രൈസറാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.